ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് കടലുണ്ടിയിലെ ഇക്കോ ടൂറിസത്തെ കുറിച്ചാണ്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണിത്. അപ്പോൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ തോണിയിലുള്ളൊരു റൗണ്ട് ട്രിപ്പാണ്. ഈ തോണിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം, കുറേ പക്ഷികളെ കാണാം. മെയിൻ ഇവിടെ കടലുണ്ടി പക്ഷി നിരീക്ഷണ കേന്ദ്രമാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് പക്ഷികളെ നമുക്കിവിടെ കാണാം. പിന്നെ അതുപോലെ തന്നെ കണ്ടൽക്കാട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരു റൗണ്ട് ട്രിപ്പാണ്. ഇങ്ങനെ ഇതിൽ ഒരു വഴിയിലൂടെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന ഒരു രീതിയിലുള്ള റൗണ്ട് ട്രിപ്പാണ്. ഏകദേശം 600 രൂപ വരും ഒരു ട്രിപ്പിന്. അപ്പോൾ 4 ആളുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്തിട്ട് നമുക്ക് പോവാം. ഞങ്ങളേതായാലും ഞങ്ങളെ കൂടെ ഒരു കപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 ആൾ ഷെയർ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ വലിയൊരു പൈസ ആയിട്ട് തോന്നിയില്ല. പക്ഷേ ഒരുപാട് നേരത്തെ ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ ഒരു യാത്ര ഉണ്ട്. അപ്പോൾ ഈ പോകുന്ന പോക്കിലെല്ലാം നമുക്ക് വെറൈറ്റി ഓഫ് കാഴ്ചകൾ കാണാം. മീൻ പിടിക്കുന്നത് കാണാം, നല്ല പക്ഷികളെ കാണാം, അതുപോലെ ഒരുപാട് തുരുത്തുകളുണ്ട്, അത് കാണാം. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിലൂടെ അതെല്ലാം കാണാൻ കഴിയും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന സമയം 12:30 മണിയാണിപ്പോൾ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഒരു 7-8 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇവരിവിടെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. 8 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നല്ല ഒരു ആംബിയൻസിൽ പോവാം, ചൂടൊന്നും ഇല്ലാതെ അങ്ങനെ പോവാം. ഇപ്പോൾ നല്ല ചൂടാണ്. ഈ ഒരു സമയം നല്ല വെയിലുണ്ട്, പിന്നെ നല്ല ചൂടുമുണ്ട്. അപ്പോൾ രാവിലെ എത്താൻ ശ്രദ്ധിക്കുക. അതിന്റെ പേരെന്താ? ഇത് ചെറുതുരുത്തല, ഇതാണ് ചെറുതുരുത്ത്. കാണാൻ പറ്റില്ല. അവിടെ കൈവരിന്റെ അവിടെ മാത്രമേ കാണുന്നതൊക്കെ കണ്ടൽക്കാടുകളാട്ടോ. എത്ര ഭംഗിയുണ്ടോ അറിയോ? വീഡിയോയിൽ എത്രത്തോളം കാണാൻ കഴിയുമെന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു വൈബ് അടിപൊളി വൈബാണ്. നല്ല രസമുണ്ട് കാടുകളൊക്കെ കാണാൻ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചതാട്ടോ, അവിടെ നട്ട് വളർത്തിയതാണ്. കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ പോകാമെന്നാണ് പറയുന്നത്. പക്ഷേ ചളിയാണെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ല. വെള്ളം ഉണ്ടെങ്കിൽ പോവാം. വേലിയിറക്കും വേലി കയറ്റും ഉണ്ട്. അപ്പോൾ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ സമയം ശരിയില്ല. നല്ല ചളിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്, നല്ല ചളി കാണാം. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല, ചളിയിൽ തോണി കുടുങ്ങി പോവും. അതുകൊണ്ട് നമ്മളിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ അതാ പറഞ്ഞു, രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ അത് നടന്നില്ല. ശരിക്കും ഈ തോണി യാത്ര നല്ല രസമുള്ളൊരു പരിപാടി കേട്ടോ. പക്ഷെ വെയിലുണ്ടാവാൻ പാടില്ല. നല്ല എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് ഇങ്ങനെ പോവാം. ഈവനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പൊളിച്ചായിരുന്നു. ഈ ഒരു സമയം ശരിയായില്ല. ഞങ്ങൾ വന്ന സമയം നല്ല വെയിലാണ്. ഇതൊക്കെ മീൻ പിടിക്കുന്ന കാഴ്ച കേട്ടോ. ആള് വല വീശാനുള്ള പരിപാടിയാണ്.
പിന്നെ ഈ ബ്രിഡ്ജ് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വലിയൊരു ദുരന്തമാണ്. 2001 ജൂൺ 22-ന് മാംഗ്ലൂർ ടു ചെന്നൈ പാസഞ്ചർ എക്സ്പ്രസ് വലിയൊരു അപകടത്തിൽപ്പെട്ടു. എല്ലാവർക്കും അറിയുന്ന കാര്യം. 59ഓളം ആൾക്കാർ മരിക്കുകയും 241 ആൾക്കാർക്ക് ഇഞ്ചേർഡ് ആവുകയും ചെയ്തൊരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മകാല ചിത്രമാണ് നമ്മളെ മനസ്സിലുള്ളത്. കടലുണ്ടിപ്പുഴയും കടലും ഒന്നിക്കുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് ഒന്നിക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് പക്ഷികളെ കാണാം. ഈ കൂട്ടത്തിൽ തന്നെ 3 വീതം പക്ഷികളുണ്ട്. നല്ല ഭംഗിയുള്ള പക്ഷികളാട്ടോ. നമുക്ക് അടുത്ത് വീഡിയോയിൽ അത്ര ക്ലിയറിൽ കിട്ടില്ല, കാരണം നമുക്ക് തോണിയിൽ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കാണാം. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാവുന്നവർക്ക് പറ്റിയ സ്ഥലമാണ്. വിദേശികളുണ്ടാവൂല. പിന്നെ ഇവിടെ ഇക്കോ ടൂറിസം ആയതുകൊണ്ട് സ്പീഡ് ബോട്ടൊന്നുമില്ല, സാധാ തോണിയാണ്, തുഴഞ്ഞിട്ട് പോകണം. അപ്പോൾ ആ തുഴച്ചിലിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്ത് തോണി തുഴഞ്ഞാലേ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ട് തുഴയുന്ന ആൾക്ക്. അതിനാണ് അത്രയും ചാർജ് അവർ ഈടാക്കാനുള്ളൊരു കാരണം. പിന്നെന്ന് പറഞ്ഞാൽ ഏകദേശം അത്യാവശ്യം 1 കിലോമീറ്റർ നമ്മൾ റൗണ്ട് അപ്പ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 1.5 മണിക്കൂറിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇത്രയും ഷോർട്ടാക്കിയിട്ട് ഒരു 8 മിനിറ്റിൽ ഒതുക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, പക്ഷികളൊക്കെ പറക്കുന്ന കാഴ്ചകളും എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂറിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കാനായി. അപ്പോൾ അത് ഈ 1.5 മണിക്കൂറിൽ കണ്ട കാഴ്ചകളാണ് ഞാൻ നിങ്ങളായിട്ടും ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ പുതിയ അപ്ഡേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.